ചന്തേരി ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ, അതും ട്രഡീഷണൽ ആയിട്ടുള്ള നക്ഷി കാന്തയുടെ പ്രിൻറ്റ് പാറ്റേണും മിറർ വർക്കിൻ്റെയും കോമ്പിനേഷൻസിലാണ് ഈ ഒരു അൺസ്റ്റിച്ച് സൽവാർ സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. PFS എന്ന കോഡിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന ഈ ഒരു സൽവാർ സെറ്റിൻ്റെ പ്രൈസ് റേഞ്ച് ഞാൻ ലാസ്റ്റേ പറയത്തുള്ളൂ കേട്ടോ. ഒത്തിരി ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഒരു ലൈലാക്ക് ചേർന്നിട്ടുള്ളൊരു പിങ്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒണിയൻ പിങ്കിൻ്റെ കോമ്പിനേഷനാണ്. ബോഡി കളർ ബ്ലാക്ക് ആണ്. ഫുൾ ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ടുള്ള സെൽഫ് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനിൽ ഒരു കാന്താ വർക്കിൻ്റെ പീസ് തന്നെ പാച്ച് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഫുള്ളായിട്ട് വൈറ്റ് കളറിൽ കാന്താ പോലെ തന്നെയുള്ള പ്രിൻറ്റ് ഡിസൈൻ കൊടുത്തിട്ട് ഫ്ലോറൽസ് മാത്രം ബ്ലാക്ക് കളറിൽ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു സെൻറ്ററിൽ ഒരു വലിയ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലോറൽ ഡിസൈനിനെ മെഷീൻ ആരി യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നുണ്ടോ ഫുള്ളായിട്ട് കാന്തയുടെ ആ നമ്മൾ യോക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം പീസ് തന്നെ കാന്തയുടെ ആ ഒരു ഫിനിഷിങ്ങോടുകൂടി പെട്ടെന്ന് കണ്ടാൽ കാന്തയാണെന്ന് തന്നെ പറയത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് മിറർ വർക്ക്സും കൊടുത്തിട്ടുണ്ട്, ടാസിൽസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ആൻഡ് കൂടെ പെയർ ചെയ്തേക്കുന്നത് യോക്കിൻ്റെയും ദുപ്പട്ടയുടെയും സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്നത് ബോട്ടമാണ്. സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്കിനകത്ത് ഒരു ബ്ലൂയിഷ് ഗ്രേ ടോൺ. PFS 205 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് 2000 ബിലോ ആണ് പ്രൈസ് റേഞ്ച്. ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞല്ലേ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇതുണ്ടോ ഫുള്ളായിട്ട് ഇത് ഇതുപോലെ വരും. ആൻഡ് കൂടെ പെയർ ചെയ്തേക്കുന്നത് ആ ബ്ലൂ കളറിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട. 1 സൈഡഡ് ആയിട്ടും 2 സൈഡഡ് ആയിട്ട് ഇടാനും നല്ല ഓരോ ഓപ്ഷനാണ്. ഇത് സബ്ലിമേഷൻ പ്രിൻറ്റ് പാറ്റേണിലാണ് കേട്ടോ അതിൻ്റെ ഫിനിഷിങ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ വൈറ്റ് പാച്ച് ഉണ്ടാവും. ആൻഡ് ടോപ്പിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഇതാണ്. സെക്കൻഡ് കളർ അതൊരു ബ്ലൂ ചേർന്നിട്ടുള്ളൊരു ഗ്രേ ടോൺ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഗ്രീൻ ബേസിലാണ് കേട്ടോ. ബ്ലാക്കിൽ ഗ്രീൻ ബേസ് കൊടുത്തിട്ടാണ് എൻ്റെ യോക്ക് ഫിനിഷിങ് ചെയ്തേക്കുന്നത്. ആ ഫ്ലോറൽ ഡിസൈനിങ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് ആ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് എൻ്റെ യോക്കിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. ഫുള്ളായിട്ട് ബ്ലാക്ക് ആണ് കളർ. പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാനായിട്ട് ഇതിൻ്റെ വേറെ പീസ് വെക്കണേ. ഇതിലൊരു പാച്ച് വന്നിട്ടുണ്ട്. അത് ഡിജിറ്റൽ പ്രിൻ്റ് സബ്ലിമേഷൻ പ്രിൻ്റ് ആയത് കാരണം മടങ്ങിപ്പോയതായിരിക്കും. ആൻഡ് ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ഫിനിഷിങ് വന്നേക്കുന്നത്. എന്താ ടോപ്പ് ആൻഡ് ദുപ്പട്ട വിത്ത് കോട്ടൺ ബോട്ടം. അപ്പം ഈ കളക്ഷൻസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് PFS 205 എന്ന കോഡിലാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1799. ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ അവർ വെബ്സൈറ്റ് www.aham.store. ഇന്ത്യൻ അറ്റയേഴ്സിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഡ്രസ്സല്ല, ഒരു വികാരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സാരീസ്. അതിൽ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് കാഞ്ചീപുരം സാരീസും ബനാറസി സാരീസും. എന്നാൽ ഇന്ത്യയുടെ തന്നെ സിൽക്ക് വീവ് ആയിട്ടുള്ള ടെസർ ഫാബ്രിക്കിനകത്ത് ബനാറസിൻ്റെ വീവിങ് ഡീറ്റെയിലിംഗ് കൂടെ കൊണ്ടിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് NLM 115 എന്ന കോഡിൽ ഞാനിപ്പം ഡ്രൈപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സാരിയിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കൾച്ചറിൻ്റെയും പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് ഫുൾ സാരിയിൽ കൊടുത്തിട്ടുള്ളത്. ഈ സാരി എന്ന് പറയുന്നത് നമ്മുടെ വാർഡ്രോബിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു കളക്ഷനാണ്. ഫുൾ സാരിയിൽ പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങിനായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ഫ്ലോറൽ പ്രിൻറ്റിങ് പാറ്റേണിൻ്റെ ഫ്രെയിംസ് പോലെയും, ക്ലോസറിൽ കാണിച്ചു കൊടുക്കണേ, ഫ്ലോറൽ പ്രിൻറ്റിങ് പാറ്റേണിൻ്റെ ഫ്രെയിംസ് പോലെയും, അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ അബ്സ്ട്രാക്ട് ഡിസൈൻസും ഗേൾ വിത്ത് മഡ്കയുടെ ആ ഒരു പിക്ചറും രാജസ്ഥാൻ്റെയും ഒക്കെ കോമ്പിനേഷൻസ് എല്ലാം ഈ സാരിയിൽ ത്രൂ ഔട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനിലോട്ട് വരുമ്പോൾ ഫുള്ളായിട്ട് ജക്കാർഡ് വീവിങ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്രൊക്കേഡ് ആയിട്ട് നിൽക്കുന്ന പല്ലുവാണ്. ആൻഡ് ബ്രൊക്കേഡ് പാറ്റേണിൽ തന്നെ ജോമെട്രിക്കൽ ട്രഡീഷണൽ ബനാറസി വീവിങ്ങിൽ വന്നിരിക്കുന്ന ബ്ലൗസും. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക്. ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ബനാറസി ബോർഡർ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ്ങിലാണ് അതിൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം മസ്റ്റായിട്ട് ഞാൻ വേണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ, ഇങ്ങനത്തെ സാരീസ് ഒന്നും നമുക്ക് എപ്പോഴും നമുക്ക് വാർഡ്രോബിൽ കിട്ടില്ല. നമ്മൾ റാൻഡമായിട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ യുണീക്ക് ലുക്സ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ നല്ല യുണീക്കായിട്ട് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തേക്കുന്ന കളക്ഷനാണ്. ഇത് ഈ ഫ്ലോറൽ ഡിസൈൻ കണ്ടു, നേരത്തെ ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു കണ്ടോ. ഫ്ലോറൽ പാറ്റേൺസ് ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ അതിനകത്ത് ഡാൻസിങ് ഗേളിൻ്റെയും ഒക്കെ ഉള്ള പിക്ചേഴ്സ് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അതായത് മുഗൾ ആർക്കിടെക്ചറിൽ വന്നേക്കുന്നതായിട്ടുള്ള ജാൽസും അതിനകത്ത് വന്നേക്കുന്ന ഫ്ലോറൽസും ട്രഡീഷണൽ ആയിട്ടുള്ള ജയ്പൂർ പ്രിൻറ്റ് ഡിസൈൻസിൽ വന്നേക്കുന്ന ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺസിൻ്റെ എല്ലാം കോമ്പിനേഷൻസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു സാരിയുടെ ബേസ് കളറ് ലൈറ്റർ ചാർട്ടിലാണ്. ബോർഡേഴ്സ് വന്നേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ്ങിലാണ്.
ജെറി ഒട്ടും ഫ്ലാഷി അല്ലാത്ത ത്രെഡും ആൻറ്റിക് ഗോൾഡും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ് എൻ്റെ ജെറിയുടെ ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ലുക്സ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇനി എൻ്റെ പല്ലു ഒന്ന് ക്ലോസറിൽ കാണിച്ചു തരാം. പല്ലുവിൻ്റെ പോർഷനിൽ കണ്ടോ, ട്രഡീഷണൽ ആയിട്ടുള്ള ജയ്പൂരി പ്രിൻറ്റ് ഡിസൈൻസിൻ്റെ ഒരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ബൂട്ടാസ് നമുക്ക് ഇതിനകത്ത് കാണാം. ആൻഡ് ബനാറസിൻ്റെ ട്രഡീഷണൽ പേസ്ലി മാംഗോ മോട്ടീഫും നമുക്ക് ഇതിനകത്ത് കാണാം. ബ്ലൗസ് പീസും അതേപോലെ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു ലുക്ക് ഇൻഡിവിജ്വൽ പീസസ് ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ്. ഇതിപ്പോൾ ഒരു ഗ്രീൻ ബേസിലാണ് വന്നേക്കുന്നത്. ഇനി വന്നേക്കുന്ന ഒരു മസ്റ്റേർഡ് കോമ്പിനേഷനിലാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 12,999 ആണ്. ഡിജിറ്റൽ പ്രിൻറ്റഡ് ആയിട്ടാണ് ഈ ടെസർ ഫാബ്രിക്കിനകത്ത് ബനാറസി ബോർഡറുള്ള സാരീസ് നമ്മളിത് ഫിനിഷിങ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് പ്രൈസ് റേഞ്ച് 12,999. NLM 115 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പം മിസ് ചെയ്യേണ്ട, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിലും സ്റ്റോർ വിസിറ്റ് ചെയ്യുക. ട്രിവാൻഡ്രത്ത് ശാസ്ത്രമംഗലത്താണ് നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വരുന്നത്. കൂത്താട്ടുകുളത്ത് ഉപ്പുകണ്ടത്താണ് നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തലയോലപ്പറമ്പിലാണ് നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വരുന്നത്. ഇതിപ്പം റെഡി ആയിട്ട് അവൈലബിൾ ആയിട്ട് ഈ ഒരു പീസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തലയോലപ്പറമ്പ് സ്റ്റോർ വിസിറ്റ് ചെയ്യുക. സാരി ലവേഴ്സ്, തലയോലപ്പറമ്പ് സ്റ്റോറിലാട്ടോ ഞാനുള്ളത്. സാരി ലവേഴ്സിന് എന്നും ഇഷ്ടമുള്ളൊരു ഫാബ്രിക്കാണ് ടെസർ ഫാബ്രിക്. ടെസർ ഫാബ്രിക്കിനകത്ത് പ്രിൻറ്റിങ് പാറ്റേണും അതോടൊപ്പം തന്നെ എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്ങും വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് ഇന്നിപ്പോൾ ഞാൻ സ്റ്റോറിൽ നിന്ന് റാൻഡമായിട്ട് പിക്ക് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിനെ കാണിക്കാൻ എടുത്ത് പിടിച്ചേക്കുന്നത്. ഈ സാരി കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്കൊരു ബ്രൈറ്റ് ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് ബോട്ടിൽ ഗ്രീൻസ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ സാരി കണ്ടോ, ഫുൾ സാരിയിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു മാർബിളിംഗ് പ്രിൻറ്റ് പോലെ വരുന്ന പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ പോകുന്ന പോർഷനാണ് കേട്ടോ ആ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ ഫുള്ളായിട്ട് ക്ലോസറിൽ കാണിക്കണേ. പ്ലീറ്റിൻ്റെ പോർഷനിൽ ഫുള്ളായിട്ട് ജോമെട്രിക്കൽ പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസ് പോലെ വരുന്ന അബ്സ്ട്രാക്ട് പാറ്റേൺ ആണ്. അത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ജയ്പൂർ പ്രിൻറ്റിൻ്റെയൊക്കെ ഇൻസ്പിറേഷനായിട്ട് വന്നേക്കുന്നതാണ്. അപ്പം ഈ ഒരു ലുക്ക് അപ്പർ പോർഷനിലും ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ, അപ്പർ പോർഷനിൽ വന്നേക്കുന്നതും അതേപോലെ തന്നെയാണ്. അപ്പർ പോർഷനിലും ഫുള്ളായിട്ട് ക്ലോസറിലൊന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. ആ എഡ്ജ് പോർഷനിൽ സ്കാലപ്പ് ഡീറ്റെയിലിങ്ങും അതിനകത്ത് ഫ്ലോറൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ജോമെട്രിക്കൽ ഡിസൈൻസ് വന്നിട്ട് അതിനകത്തെല്ലാം ബ്ലോക്ക് പ്രിൻറ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനും ഇതേപോലെ തന്നെ ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് അതേ ലുക്കിലാണ് വന്നേക്കുന്നത്. YNG എന്ന കോഡിലാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് സോഫ്റ്റ് ടെസർ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ടെസർ സാരീസ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടെസർ സാരീസ് കൊടുക്കുന്നവർക്കറിയാം ക്രഷ് ചെയ്ത് പോയതായിട്ടുള്ളൊരു ഫീൽ വരുമെന്ന് പറയും. അപ്പം അത് കാരണം തന്നെ ഈ ഒരു പ്രിൻറ്റിങ് ഡിസൈൻ അത് നമുക്ക് അറിയത്തില്ലാത്ത പോലെ നമുക്ക് നിൽക്കും. ആൻഡ് നെക്സ്റ്റ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ഉള്ളത് കാരണം അതിന് നല്ല ഭംഗിയായിട്ട് ഫോൾഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ സാരിൻ്റെ പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരുന്ന ലുക്ക് വരുന്നത്. ഇതുണ്ടോ, ആ എഡ്ജ് പോർഷൻസ് എല്ലാം തന്നെ ആ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടാണ് അതിൻ്റെ എഡ്ജ് പോർഷനും ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാരിക്ക് ഒരു പ്രത്യേക ലുക്ക് തന്നെ വരുന്നുണ്ട്. ആൻഡ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ഡാർക്ക് ഗ്രീൻ കളറിലാണ്. അതിലും അതേപോലെ തന്നെ സ്കാലപ്പ് ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടുള്ള എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് YNG 137 എന്ന കോഡിലാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 11,299 ആണ്. അപ്പം ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് സിംഗിൾ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള പീസസ് ആണ്, ലിമിറ്റഡ് നമ്പേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. www.aham.store YNG 137 പ്രൈസ്ഡ് at 11,299.